Hello my dear students, so welcome back once again to Basis Physics Classroom. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഐ എം നോട്ട് ഗോയിങ് ടു സച്ച് എ വെരി ഹൈ ലെവൽ, നമ്മുടെ നീറ്റ് ജെഇ അല്ലെങ്കിൽ കീം ലെവൽ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ then. Okay, and the first question. An electric dipole of length 1 centimeter is placed with the axis making an angle of 30 degree to an electric field of strength 10 raised to 4 Newton per coulomb. If it experiences a torque of 10 root 2 Newton meter, the potential energy of the dipole is. A big question is, we are supposed to find out the potential energy. The potential energy in U is equal to PE cos theta, right? Minus PE cos theta. U is equal to PE cos theta. Now, ഇവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത്? E അറിയാം, ടോർക്ക് അറിയാം, L അറിയാം, L വെച്ച് ഡൈപോളിന്റെ ലെങ്ത് അല്ലേ, തീറ്റ അറിയാം. തീറ്റ ഇസ് ആംഗിൾ മെയ്ഡ് ബൈ ദ ഡൈപോൾ വിത്ത് ദി ഇലക്ട്രിക് ഫീൽഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ അറിയാവുന്നത് അല്ലെ. അപ്പൊ ഈ ഡയറക്ടറെ നമുക്ക് അറിയാം, തീറ്റയെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാം, പക്ഷെ P അറിയില്ല. അപ്പൊ P കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ടോർക്കിന്റെ ഇക്വേഷൻ അറിയാം, ടോർക്ക് ഇസ് ഈക്വൽ ടു P ക്രോസ് E അല്ലെങ്കിൽ P സൈൻ തീറ്റ ആണ്. Okay, but torque in value അറിയാം 10 root 2 ആണ്. But 10 root 2 is equal to P അറിയില്ല into 10 raised to 4 sin theta. So sin 30. Sin 30 is actually 1 by 2. So that will be equal to P is equal to sin 30 1 by 2 ആണ്. ആ 2 ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ 2 root 2 വന്നു. ഒരു 10 10 പോയി. That will be 2 root 2 into 10 raised to minus 3. എന്താണ് P വരുന്നത്? 2 root 2 into 10 raised to minus 3. In a simple എളുപ്പമാണ്. We can just substitute the value of P over here. So that is equal to 2 root 2 into 10 raised to minus 3. E in the value 10 raised to 4 cos 30. Cos 30 എന്ന് പറഞ്ഞാൽ root 3 by 2 ആണ്. So root 3 by 2. Okay, 2 cancel ആയി. So ഇത് പോയപ്പോൾ ബാക്കി കിട്ടുന്നത് root 6 into 10 raised to 1. Root 6 into 10 raised to 1. അപ്പോൾ root 6 എന്ന് പറയുമ്പോൾ എത്ര വരും? root 6 എന്ന് പറഞ്ഞാൽ approximately 2 above വരും അല്ലേ. അപ്പോൾ 2.4 something, right? 2.4 something വരും. So I can write 2.4 into 10 raised to 1 അല്ലേ. അപ്പോൾ 24, approximately 24 വരുന്ന ഒരു ഓപ്ഷൻ വേണം നിങ്ങൾ നോക്കാൻ. അപ്പോൾ 24, 24.5 അങ്ങനെയുള്ള ഓപ്ഷൻ നോക്കണം. അപ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ there is a possibility of an option 24.5 over there, and that will be the answer. Okay, for root 6 ന്റെ കറക്റ്റ് വാല്യൂ നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? അപ്രോക്സ് ചെയ്താൽ മതി. അപ്പൊ 2.4 2.5 ആ റേഞ്ച് ഒക്കെ വരും നമ്മുടെ എന്ത് വാല്യൂ, ഈ വാല്യൂ വരും. അപ്പൊ അപ്രോക്സ് ചെയ്താൽ മതി, കറക്റ്റ് വാല്യൂയിലേക്ക് ഒന്നും എത്താൻ നോക്കണ്ട. ലുക്ക് ദി ഓപ്ഷൻസ് ആൻഡ് ദെൻ അപ്രോക്സിമേറ്റ്. ഓക്കെ, സോ ദി ആൻസർ വിൽ ബി 24, അല്ലെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ 24.5 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ രണ്ട് കണ്ടീഷൻസ് ആണ് യൂസ് ചെയ്തത്. ഒന്ന് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ, അതുപോലെ ടോർക്ക് എക്സ്പീരിയൻസ് ബൈ എ ഡൈപോൾ. ഓക്കെ, രണ്ട് കാര്യങ്ങളും ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ചാർജ് Q is placed at each of the opposite corners of a square. A charge small q is placed at each of the other two corners. If the net electrical force on Q is 0, then Q by Q equals. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു സ്ക്വയർ നമ്മുടെ കയ്യിലുണ്ട്. ഈ സ്ക്വയറിന്റെ 4 കോർണേഴ്സിലും ഓരോ ചാർജസ് പ്ലേസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ലെറ്റ്സ് ഡ്രോ ദി സ്ക്വയർ. ദിസ് ഈസ് മൈ സ്ക്വയർ. അപ്പോ 4 കോർണേഴ്സിലും ചാർജസ് പ്ലേസ് ചെയ്യണം നമുക്ക്. അപ്പൊ ഇവിടെ പ്ലസ് ക്യൂ, ഇവിടെ സ്മോൾ ക്യൂ, ഇവിടെ പ്ലസ് ക്യൂ, ക്യാപിറ്റൽ ക്യൂ, ഇവിടെ സ്മോൾ ക്യൂ. ഓക്കെ, നൗ ഈ പോയിന്റില് ഇവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ആണ് 0. ഒന്നല്ലെങ്കിൽ ഇവന്റെ എടുക്കാം, അല്ലെങ്കിൽ ഇവന്റെ എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോ ഇത് സൈഡ് നമ്മൾ എ എന്ന് എടുത്തു, സ്ക്വയറിന്റെ സൈഡ് ആണ്. സോ ഐ ആം ടേക്കിംഗ് ഇറ്റ് ആസ് എ. അപ്പോ ഇത് ദിസ് ഈസ് ദി ഡയഗണൽ ഓഫ് ദി സ്ക്വയർ അല്ലേ. അപ്പൊ ഇത് എ, ഇതും എ ആണ്. അപ്പൊ ഡയഗണൽ എന്ത് വരും? റൂട്ട് 2a വരും. എങ്ങനെയാ? പൈതഗോറസ് തിയറം, റൂട്ട് ഓഫ് a square plus a square, that is root 2a. Okay, അപ്പോ ഈ ക്യൂവിന്റെ മുകളില് this q will be exerting a force അല്ലെ. എങ്ങോട്ട്? repulsive force ആയിരിക്കും in this direction. We'll call it as F1. അതുപോലെ this q will be exerting a force in this direction, again repulsive force, F2 എന്ന് വിളിക്കാം.
അതുപോലെ ഈ Q ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, അവനെ നമുക്ക് F3 എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് F2 F3 എന്ന് കണ്ടുപിടിക്കാം തന്നെ. അപ്പൊ F2 is equal to KQ by R square അല്ലെ, KQQ by R square. So by R square എന്ന് പറയുമ്പോൾ A square. അതുപോലെ F3 എന്തായിരിക്കും? KQQ by ഡിസ്റ്റൻസ് ഇത് A ആണ്, ഇത് A ആണ്, സ്ക്വയർ അല്ലേ, സോ ഇതും A സ്ക്വയർ. അപ്പൊ രണ്ടിന്റെ വാല്യൂ ഈക്വൽ ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് F2 ഈ ഡയറക്ഷനിലും F3 ഈ ഡയറക്ഷനിലുമാണ്. അപ്പൊ രണ്ട് ഡയറക്ഷൻ ആവുമ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അവന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. ആൻഡ് റിസൾട്ടന്റ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. അവനെ വിളിക്കുന്ന പേര് F4 എന്നാണ്. ഓക്കെ, അപ്പൊ F4 വിൽ ബി ഈക്വൽ ടു റിസൾട്ടന്റ്. റിസൾട്ടന്റ് ഫോർമുല എന്തായിരുന്നു? റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് 2AB cos തീറ്റ. ഇവര് രണ്ടുപേരും നമ്മൾ 90 ഡിഗ്രി ആണ്, സോ cos 90 0 ആണ്. റൂട്ട് ഓഫ് F2 സ്ക്വയർ പ്ലസ് F3 സ്ക്വയർ, റൈറ്റ്? ഓൾ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് രണ്ടും ഈക്വൽ ആണല്ലോ, സെയിം ആണല്ലോ, റൈറ്റ്? അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം. രണ്ടും ആഡ് ചെയ്യുമ്പോൾ F പ്ലസ് F, റൂട്ട് ഓഫ് F സ്ക്വയർ പ്ലസ് F സ്ക്വയർ എന്താ? റൂട്ട് 2F അല്ലേ? അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു F എന്ത് വരും? KQQ by A square. ഓക്കെ, അപ്പൊ F4 കിട്ടും, റൈറ്റ്? Now ഇനി F1 നമുക്ക് എഴുതാം. F1 will be equal to ഈ Q ന്റെ മുകളിൽ ഈ Q എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, ഡിസ്റ്റൻസ് അറിയാലോ, അറിയാം. അപ്പൊ F1 will be equal to KQQ by ഡിസ്റ്റൻസ് എന്താണ്? റൂട്ട് 2A whole square, 2A square എന്ന് വരും. ഓക്കെ, അപ്പൊ ഇനി നോക്കിക്കേ നിങ്ങള്, ഇവിടെ പറയുന്നത് ക്യൂവിലുള്ള നെറ്റ് ഫോഴ്സ് 0 എന്നാ പറയുന്നത്. അപ്പൊ ക്യൂവിലുള്ള നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ഈ ചാർജ് ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇവൻ ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇവൻ ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, എല്ലാം കൂടി കൂട്ടുമ്പോൾ ഈക്വൽ ടു 0 ആണ്. ഇവിടെ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്, F2 ന്റെ F3 റിസൾട്ടന്റ് നമുക്കറിയാം അല്ലെ? അപ്പൊ ക്യൂവും ഈ ക്യൂവും കോസ് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് അറിയാം, which is in this direction. അതുപോലെ ഇവനും ഇവിടെ കോസ് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ് അല്ലെ? So we can write like this: F1 plus F4 is equal to 0. Okay, അപ്പൊ F1 plus F4 equal to 0 എന്ന് പറയുമ്പോൾ F4 എന്തായിരുന്നു? F2 ന്റെയും F3 ന്റെയും റിസൾട്ടന്റ് ആണ് അല്ലെ? So F2 ന്റെയും F3 ന്റെയും റിസൾട്ടന്റ് ആയിരുന്നു. So this can be written as, substitute ചെയ്യാം നമുക്ക്. F4 അറിയാം, F1 അറിയാം, substitute ചെയ്യുമ്പോൾ F1 ന് പകരം KQQ by 2A square plus F4 ന് പകരം √2 KQQ by A square, which is equal to 0. Okay, കുറച്ച് ടേംസ് ക്യാൻസൽ ആയി പോകും. KQ A square ക്യാൻസൽ ആയി, റൈറ്റ്? സോ ബാക്കി എന്താ വരുന്നത്? ബാക്കി വരുന്നത് Q by 2 plus √2 small q is equal to 0, right? Or that is equal to Q by 2 is equal to minus √2Q. Okay, or implies Q by Q is equal to minus 2√2, and that is the corresponding answer. Okay, അപ്പോൾ നമ്മൾ ചെയ്തത് ഒന്നും പറയാം, ഈ Q എക്സ്പീരിയൻസ് ചെയ്ത നെറ്റ് ഫോഴ്സ് 0 ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവൻ ഇവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, ഇവൻ ഇവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, ഇവൻ ഇവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ബട്ട് വെക്ടോറിയലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് മറക്കരുത്. അപ്പൊ ഡയറക്ഷൻ എടുക്കണം. അപ്പൊ F2 ഇങ്ങോട്ട്, F3 ഇങ്ങോട്ട്, ഇവൻ കാരണം F3, ഇവൻ കാരണം F2. ഓക്കെ, രണ്ട് ഡയറക്ഷനിലാണ് റിസൾട്ടന്റ് എടുത്തു, F4 ആണ് റിസൾട്ടന്റ്. ഓക്കെ, അതിനുശേഷം F1 കണ്ടുപിടിച്ചു, ആഡ് ചെയ്തപ്പോൾ രണ്ടും 0 കിട്ടുന്നു. സോ ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. മൈനസ് 2√2 will be the ratio of Q by Q. Okay, it's a good question. So I hope you have understood this. Okay, so let's move on to the next one now. Two spheres carrying charges plus 6 microcoulomb and plus 9 microcoulomb separated by a distance d experiences a force of repulsion capital F. When a charge of minus 3 microcoulomb is given to both the spheres and kept at the same distance as before, the new force of repulsion is. അപ്പൊ ഈ ക്വസ്റ്റൻ എന്താ തന്നിട്ടുള്ളത്? രണ്ട് സ്പിയേഴ്സ് ഉണ്ട് നമുക്ക് അല്ലെ. ഒരാളുടെ ചാർജ് പ്ലസ് 6 മൈക്രോകുളംബ്, മറ്റേ ആളുടെ ചാർജ് പ്ലസ് 9 മൈക്രോകുളംബ്, സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് d. ഫോഴ്സ് F ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? വി ആർ ആക്ച്വലി ഗിവിംഗ് എ ചാർജ് മൈനസ് 3 കുളം ടു ബോത്ത്. അപ്പൊ ഇവന് മൈനസ് 3 കുളമ്പ് വരും കൊടുക്കുമ്പോൾ ഇവന്റെ ചാർജ് എന്താവും? പ്ലസ് 6 മൈനസ് 3, ദാറ്റ് വിൽ ബി 3 മൈക്രോകുളം. അതുപോലെ ഇവന്റെ ചാർജ് എന്താവും?
plus 9 minus 3, that will be 6 microcoulomb. Alright, distance will matter. F dash kandupidikkum. Itre. Appo F ennu parayunnathu namukku ingane ezhudam. F is equal to K Q. Alright, appo 6 into 9 micro eduthunnilla cancel ayipokolum. Okay, divided by d square. F dash is equal to K 3 into 6 by d square. Okay, ratio എടുക്കുമ്പോ k പോയി d square പോയി 6 ഉം 6 ഉം പോയി ഇത് 3 വന്നു. Right? So f is equal to 3 ബാക്കി വരും. ഇവിടെ f dash is equal to 1 വരും. അപ്പോൾ we can write f dash by f is equal to 1 by 3. Or f dash is equal to f by 3 will be the corresponding answer for that. Okay? But direct question ആണ്. പക്ഷേ ഇത് previously വന്നിട്ടുള്ളതാണ് കേട്ടോ. Important one. Okay? Alright. I hope this is clear. Okay. അപ്പോൾ ഇനി അടുത്തേക്ക് പോകാം. The next one. Two small spherical balls, each carrying a charge Q equal to 10 microcoulomb, are suspended by two insulating threads of equal length 1 meter each. From a point fixed in the ceiling, it is found that in equilibrium, threads are separated by an angle 60 degrees between them, as shown in the figure. What is the tension in the threads? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ കണ്ടുപിടിക്കേണ്ടത്? ടെൻഷൻ ഇൻ ദ ത്രെഡ്സ് അല്ലെ. ഫിഗർ നിങ്ങൾ കണ്ടു കാണും. ഇങ്ങനെയാണ് ഫിഗർ വന്നത്. രണ്ട് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സർട്ടൻ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് അറിയത്തില്ല നമുക്ക്. ഇത് 1 മീറ്റർ ആണെന്ന് അറിയാം, ഇത് 1 മീറ്റർ ആണ്. ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലെ. അപ്പോ ഇത്രയും വരുമ്പോൾ എന്ത് വരും? 30 ഡിഗ്രി വരും. റൈറ്റ്. ചാർജ് പറഞ്ഞിട്ടുണ്ട് 10 മൈക്രോകൂളംബ് ആണ് ചാർജ് എന്ന് പറയുന്നത്. Now we are supposed to find the tension in the string. Okay. അപ്പോ നമുക്ക് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് മാർക്ക് ചെയ്യണം. ഈ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് മാർക്ക് ചെയ്യണം. അപ്പൊ താഴത്തേക്ക് there will be a weight mg will be there. Okay. മുകളിലേക്ക് ഇങ്ങോട്ടൊരു ടെൻഷൻ റിസോൾവ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടൊരു കമ്പോണന്റ് 30, ഇതും 30. ഓക്കെ. അപ്പൊ റിസോൾവ് ചെയ്യണ എങ്ങനെയാണെന്ന് ഓർമ്മയില്ലാത്തവരെ ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിലെ വീഡിയോ കാണാം കേട്ടോ. അപ്പോ 30 ഇങ്ങോട്ട്. അപ്പൊ ഇത് t cos 30, ഇത് t sin 30. ഓക്കെ, പ്രശ്നമില്ല. Now ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും, ഒരു റിപ്പൾസീവ് ഫോഴ്സ്. ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു കാരണമുള്ള ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ റിപ്പൾസീവ് ഫോഴ്സ് നമ്മുടെ എഫ് എന്ന് എഴുതാം. റൈറ്റ്. അപ്പൊ ഇത് 1 മീറ്റർ ആണെന്ന് അറിയാലോ. റൈറ്റ്. അങ്ങനെ ഇത് 30 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ദിസ് വൺ. ഈ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ട്രയാങ്കിൾ അല്ലേ. അപ്പോ വി ക്യാൻ ടേക്ക് sin 30 there. sin 30 എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ 1. ഹൈപ്പോട്ടന്യൂസ് 1 ആണ്. sin 30 is actually 1/2. അപ്പൊ 1/2 into 1 ആണ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കിട്ടുന്നത്. അപ്പൊ ഇത് 1/2 ആണെങ്കിൽ ഇതും 1/2 അല്ലേ? യെസ്, ഇത് 1/2 ആണെങ്കിൽ ഇത് 1/2 ആണ്. which means the total distance will be 1. Total distance will be 1. ഇനി ഇങ്ങനെ എടുക്കണമെന്നില്ല. ഇത് 60 ഡിഗ്രി, ഈ രണ്ട് ആംഗിൾസും എന്താണ്? ഇത് രണ്ട് സൈഡ് 1 ആണ്. അപ്പൊ തന്നെ നമുക്ക് പറയാം ഇത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ പോലെയാണ്. അപ്പൊ ഇതെന്തായാലും 1 തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ആലോചിച്ചാലും മതി, പെട്ടെന്ന് കിട്ടും. റൈറ്റ്. അപ്പൊ ഇത് 1 മീറ്റർ. ഇനി നമുക്ക് നോക്കാം, ടെൻഷൻ ആണ് വേണ്ടത് അല്ലെ. അപ്പൊ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ നോക്കിക്കേ. അവിടെ we have a t sin theta which is equal to f എന്നാണ് പറയുന്നത്. equal to f. അപ്പൊ f എന്ന് പറയുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ, that will be equal to k q. അപ്പൊ q by distance അറിയാം r². Okay, let's substitute the values and find the answer. t sin 30 1/2 ആണ്. That is equal to k 1/4 pi epsilon 0 9 into 10 raised to 9. Q into Q 10 microcoulomb into 10 microcoulomb. അപ്പൊ 100 into 10 raised to minus 12. മറന്നു വരും കേട്ടോ. 100 into 10 raised to minus 12 divided by മൈക്രോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മൈക്രോന്റെ കാര്യം മറക്കരുത്. r² എന്ന് പറയുമ്പോൾ 1 മീറ്റർ. 1 square. No issues there. Or t is equal to 2 നമുക്ക് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9 2 are 18 വരും. 18 into 10 raised to 9 ഇവിടെ 10 raised to minus 12 ഇവിടെ. അപ്പൊ ബാക്കി minus 3 വരും. റൈറ്റ്. 2 0 അത് കളഞ്ഞു. ബാക്കി ഒരു minus 1 വരും. So 18 into 10 raised to minus 1. Or that answer is 1.8 Newton. What is the answer? 1.8 Newton will be the tension in the string. Okay. അപ്പൊ എളുപ്പമല്ല കണ്ടീഷൻ. അപ്പൊ ചിലപ്പോ നമുക്ക് ഈ ഡിസ്റ്റൻസ് ഒന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് വേറെ വല്ല മെത്തഡോളജി യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ക്വസ്റ്റൻ ചിലപ്പോ തീറ്റ കണ്ടുപിടിക്കാനാവാം വരുന്നത്, ചിലപ്പോ ഫോഴ്സ് കണ്ടുപിടിക്കാനാവാം, ചിലപ്പോ ചാർജ് കണ്ടുപിടിക്കാനാകാം. അങ്ങനെ പല രീതിയിൽ ഈ ക്വസ്റ്റൻ ചോദിക്കാം. ഓക്കെ, എങ്ങനെ വന്നാലും ബേസിക് കൺസെപ്റ്റ് റിമെയിൻസ് സെയിം. എന്ത് ചെയ്യുക? ഇവന്റെ ഫോഴ്സസ് മാർക്ക് ചെയ്യുക, ഇവന്റെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഒക്കെ മാർക്ക് ചെയ്യുക, ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഇക്വേറ്റ് ചെയ്യുക, വെർട്ടിക്കൽ ഡയറക്ഷൻ ഇക്വേറ്റ് ചെയ്യുക.
Okay, theta കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത് എന്ത് ചെയ്യണം? ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഇക്വേറ്റ് ചെയ്യുക, വെർട്ടിക്കൽ ഡയറക്ഷൻ ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് രണ്ടിന്റെ റേഷ്യോ എടുക്കുക. ഏതിന്റെ? ഹൊറിസോണ്ടൽ ബൈ വെർട്ടിക്കൽ ഓർ വെർട്ടിക്കൽ ബൈ ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഓൾറൈറ്റ്, ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. Then let's move on to the next one. Okay, an electron of mass m and charge q is accelerated from rest in a uniform electric field of strength E. The velocity acquired by it as it travels a distance ls. അപ്പോൾ ഈ ക്വസ്റ്റനിൽ വെലോസിറ്റി അക്വയർഡ് ബൈ ഇറ്റ് ആസ് ഇറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് എൽ എന്നാണ് പറയുന്നത്. അപ്പൊ എൽ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ അവൻ അക്വയർ ചെയ്യുന്ന വെലോസിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റുന്നത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as എന്ന കണ്ടീഷൻ ആണ്. അപ്പൊ ഇത് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ യു ഈക്വൽ ടു 0 ആണ് അല്ലെ. ഇനി മറ്റൊരു കാര്യം, എസ് നമ്മുടെ എൽ തന്നെ, അതിന് മാറ്റമൊന്നുമില്ല. എൽ ട്രാവൽ ചെയ്തപ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്. ആക്സിലറേഷൻ എങ്ങനെ എടുക്കും? നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ ആണ് അല്ലെ, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എം എ ന്യൂട്ടൺ സെക്കൻഡ് ലോ. സോ ഫ്രം ഹിയർ വി ക്യാൻ റൈറ്റ് എ ഇസ് ആക്ച്വലി ഈക്വൽ ടു ക്യു ഇ ബൈ എം ആണ്. എ എന്ന് പറഞ്ഞാൽ ക്യു ഇ ബൈ എം ആണ്. അപ്പൊ ആക്സിലറേഷൻ കിട്ടി. ഇതൊക്കെ തന്നിട്ടുള്ള ടേംസ് ആണ് അല്ലെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പൊ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 into QE by M into L. Okay, square ആണ്. അപ്പൊ V is equal to root of അല്ലെങ്കിൽ 2 QE L by M, the whole raised to 1 by 2. That is the answer. Okay, it is direct straightforward question. Only thing is ഈ question കാണുമ്പോൾ ഓ ഇത് എങ്ങനെ ചെയ്യുന്നു എന്ന് ആലോചിച്ച് നിൽക്കരുത്. Just take your pen and start doing it, you will get the answer. Okay, അപ്പൊ നോക്കിക്കേ, 2-3 ചാപ്റ്റേഴ്സിലെ കൺസെപ്റ്റ് മിക്സ് വന്നു. ഒന്ന് വൺ ഡയമെൻഷണൽ മോഷന്റെ കൺസെപ്റ്റ്, 2 ലോസ് ഓഫ് മോഷന്റെ കൺസെപ്റ്റ്, പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ കൺസെപ്റ്റ് കയറി വന്നു. ഓക്കെ, അപ്പൊ 2-3 ചാപ്റ്റേഴ്സിന്റെ കൺസെപ്റ്റിന്റെ ഒരു മിക്സ്ചർ വന്നു ഈ ക്വസ്റ്റനിൽ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ഇത് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഒരു ഒറ്റ ചാപ്റ്ററിന്റെ വ്യൂ പോയിന്റ് നോക്കി നമുക്ക് ഉത്തരം കിട്ടത്തില്ല. 3 ചാപ്റ്റർ കൂടി മിക്സപ്പ് ചെയ്ത് നോക്കണം അവിടെ. ഓക്കെ, so let's move on to the next one. The number of electrons to be put on a spherical conductor of radius 0.1 meter to produce an electric field of 0.036 Newton per Coulomb just above its surface. അപ്പൊ ഈ ക്വസ്റ്റൻ എന്താ നമ്മളോട് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് പറയുന്നത് എവിടെയാ? ജസ്റ്റ് അബൌവ് ദ സർഫസ്. അപ്പൊ ജസ്റ്റ് അബൌവ് ദ സർഫസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എടുക്കാം അല്ലെ, ജസ്റ്റ് അബൌവ്. അതായത് ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ നമുക്ക് റേഡിയസ് ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് അബൌവ് ദ സർഫസ് എന്ന് പറയുമ്പോൾ സർഫസിൽ തന്നെ എന്ന് വേണ്ടി എടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എത്രയാ? 0.036 ന്യൂട്ടൺ പെർ കുളുംബ് ആണ്. റേഡിയസ് പറയാം 0.1 മീറ്റർ. Number of electrons to be put on the sphere to create or produce this electric field ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ എത്ര ഇലക്ട്രോൺ അവിടെ ഇട്ടാൽ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് കിട്ടും? That is a question അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യും. How do you tackle that question? നമുക്ക് ഓൾറെഡി അറിയാം, ഒരു സ്പെരിക്കൽ കണ്ടക്ടർ എടുക്കുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ്, സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം E is equal to KQ by R square. KQ by R square. ഇവിടെ R എന്ന് പറയുമ്പോൾ നമ്മുടെ റേഡിയസ് തന്നെയാണ് R. Okay, now E അറിയാം 0.036 which is equal to K. എത്രയാ? 9 into 10 raised to 9. Number of electrons ആണ് ചോദിക്കുന്നത് അല്ലേ. Based on quantization principle, we know that Q is equal to Ne. N is the number of electrons there. Okay, ഒരു integer ആണ്. So Ne divided by R square, R 0.1 square അല്ലേ. 0.1 square. Right? ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി. അപ്പൊ നമുക്ക് ഇനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇന്റെ വാല്യൂ എന്താ? 1.6 into 10 raised to minus 19. Right? So let's substitute the values and try to find the answer for this. അപ്പൊ 0.1 square എന്ന് പറയുമ്പോൾ it's actually what? 0.001 അല്ലെ. അപ്പൊ ഇങ്ങനെ എഴുതാലോ, 0.001 10 raised to minus 2. സെയിം അല്ലേ. അപ്പോ 10 raised to minus 2 എഴുതി. ഒരു 10 raised to minus 2 ഒരെണ്ണം പോയി, ബാക്കി minus 17 വന്നു. ഓക്കെ, ഈ 9ഉം ഇതും പോയി, ബാക്കി എത്ര വന്നു? 7, 8 വന്നു. 10 raised to minus 8 വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്നിന്റെ ഫോമിലേക്ക് കൊണ്ടുവരാം. n is equal to ഈ 9ഉം ഇവിടെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ 0.0036 ൽ 4 ടൈംസ് വരും. ഓക്കെ, അപ്പൊ 10 raised to 1.6 നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. That will be n is equal to 0.004 divided by 1.6 into 10 raised to minus 8. Okay, 10 raised to minus 8 I am taking to the numerator. So it becomes n is equal to
0.004 into 10 raised to 8 divided by 1.6. Okay. Now what I'm going to do is this is equal to 1, 2, 3. 4 into 10 raised to 5 by 1.6. Cancel again. So this is equal to 0.4. 10 to the power of 5 by 0.4. Now I'm going to simplify again. So that will be is equal to n is equal to 4 into 10 raised to 4 cancel. Now 10 by 4 more than 10 which multiply into 10 raised to 5. Okay. So 10 by 4 it will be 2.5. Now 2.5 into 10 raised to 5 is the number of electrons that need to be put on the surface of the spherical conductor to get this value of electric field. Now, this spherical conductor is electrostatics. Now, inside a conductor, what is the field? A conductor inside the field? Field undo? Solid hollow if it is a conducting sphere, inside electric field, it is 0. Okay? So that is the answer, 2.5 into 10 raised to 5. Okay, so let's move on to the next one. Charge 1 microcoulomb are placed at each of the 4 corners of a square of side 2√2 meter. The potential at the point of intersection of the diagonals is. Now, the square in the side is square side 2√2 meter. 4 corners charge 1 microcoulomb. 2√2 on the side. Okay. Now, center potential at the center. And I hope you remember that potential is a scalar quantity. Now, if the potential is even cosine, even cosine, even cosine, even cosine. 1 microcoulomb. 4 പേരും ഇവിടെ കോസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോ നമുക്ക് ആദ്യം തന്നെ ആ ഡയഗണൽ ഡിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഇത് √2 അല്ലേ? അപ്പൊ ഡയഗണൽ എന്താ വരും? Root of 2√2 the whole square, that will be 4 is 8 plus 8, that will be equal to √16, or that is equal to 4. Appo diagonal length 4 ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്ര വരും? 2 വരും അല്ലേ? അപ്പൊ ഓരോ ഡിസ്റ്റൻസും അതുപോലെ 2 ആണ്, റൈറ്റ്? സോ ഇനി പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ചാർജ് എല്ലാം സെയിം ആണ് അല്ലേ? ഡിസ്റ്റൻസ് ഒക്കെ സെയിം ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? നെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് വിൽ ബി ഈക്വൽ ടു 4 into 4 പേരുടെ ആഡ് ചെയ്യുന്ന പോലെ 4 into kq by r. That is equal to 4 into 9 into 10 raised to 9. Q 1 microcoulomb, 10 raised to minus 6 divided by r 2. So 2 പോയപ്പോൾ ഇവിടെ 2 വന്നു, ബാക്കി minus 6 10 raised to 3 വന്നു അല്ലേ? So that is equal to 9 is 18. 18 into 10 raised to 3 will be the potential at the center. And the potential 18 into 10 raised to 3 will be the potential at the center point of the square. Okay, so potential, unlike an electric field or a force, it is a scalar quantity. It is a scalar quantity. Our condition മനസ്സിലുണ്ടാവണം. Okay, അതുകൊണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. Okay, clear അല്ലേ? Right, let's move on to the next one. The electric potential V is given as a function of distance x by V equal to 5x square plus 10x minus 9 volt. Value of electric field at x is equal to 1 is. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ആണ് അല്ലേ? And we know that electric field potential തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എന്താണ്? E is equal to minus dV by dx. Electric field is the negative of the potential gradient അല്ലേ? അപ്പോൾ ഇവിടെ x ന്റെ ഫോർമുല തന്നിട്ടുള്ളത് ഡയറക്ട്ലി താൻ കണ്ടുപിടിക്കേണ്ടത് x is equal to 1 ഇലക്ട്രിക് ഫീൽഡ് അല്ലെ? സോ എന്ത് ചെയ്യാം? ഡയറക്ട്ലി അങ്ങ് ഡെറിവേറ്റീവ് എടുക്കാം, dv by dx. ഇവന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും നോക്കിയേ? 5x square. എത്ര വരും ഡെറിവേറ്റീവ്? 5x square will be 5 to 10. അപ്പോൾ 10x plus 10 അല്ലെ? 10x plus 10 ആണ് ഇതിന്റെ ഡെറിവേറ്റീവ് വരുന്നത്. And don't forget about the minus sign. കണ്ടുപിടിക്കേണ്ടത് E at x is equal to 1 ആണ്, which means this is equal to minus of 10 into 1 10 തന്നെ plus 10 which is equal to minus 20. അപ്പോൾ electric field എത്രയാണ്? Electric field will be minus 20 Newton per coulomb.
അപ്പോൾ ഐഡിയ വളരെ സിമ്പിൾ ആണ്. ഈ കണ്ടീഷൻ യൂസ് ചെയ്ത് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഈസ് ഈക്വൽ ടു മൈനസ് dv by dx. We take the derivative and we substitute the value of x is equal to 1 അവിടെ substitute ചെയ്യുന്നു and you are obtaining the answer. Okay അല്ലേ? I hope it's clear. Right? So let's move on to next one. Charges plus q and minus q are placed at points a and b respectively, which are at a distance 2l apart. C is the midpoint between a and b. The work done in moving a charge plus q along the semicircle CRD is. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ഫിഗർ. അപ്പൊ ഇവിടെ രണ്ട് ചാർജസ്, ഒരു പ്ലസ് ക്യൂവും ഒരു മൈനസ് ക്യൂവും എയിലും ബിയിലും വെച്ചിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2l ആണ് പറഞ്ഞിട്ടുണ്ട്. സി മിഡ് പോയിന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ദിസ് വിൽ ബി എൽ. അപ്പൊ ഇതും എൽ തന്നെ അല്ലെ? അപ്പൊ വിച്ച് മീൻസ് ഇതും എൽ തന്നെ. അപ്പൊ റേഡിയസ് ആണല്ലോ. നൗ അവർ ചോദിക്കുന്നത് the work done in moving a charge plus q along the semicircle CRD യിലൂടെ മൂവ് ചെയ്യാനുള്ള വർക്ക് ഡൺ. അപ്പൊ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വർക്ക് ഡൺ is equal to q into delta v. അപ്പൊ ഡെൽറ്റ വി എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ദ പൊട്ടൻഷ്യൽ ഡേ. അപ്പൊ സിയിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും, ഡിയിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും. അപ്പൊ സിയിലെയും ഡിയിലെയും പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചാൽ നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. വർക്ക് ഡൺ ക്യു വി എന്ന് പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ക്യു വി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ആണ് അവിടെ. റൈറ്റ്? അപ്പൊ നമുക്ക് ഡെൽറ്റ വി കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം സിയിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. സിയിൽ പൊട്ടൻഷ്യൽ കോസ് ചെയ്യുന്ന ആരൊക്കെയാ? ഇവനുമാണ് സിയിലെ പൊട്ടൻഷ്യൽ കോസ് ചെയ്യുന്നത്. അപ്പൊ പൊട്ടൻഷ്യൽ സ്കേലാർ ആണ്. സോ വി ജസ്റ്റ് ആഡ് ഇറ്റ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എൽ ആണെന്ന് അറിയാം. അപ്പൊ കെ ക്യൂ ബൈ എൽ പ്ലസ് കെ മൈനസ് ക്യൂ ബൈ എൽ അല്ലെ? കെ ക്യൂ ബൈ ആർ ആണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഇവൻ ഇവിടെ പ്ലസും ഇവിടെ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് മൈനസ് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു 0. വി സിയുടെ പൊട്ടൻഷ്യൽ എന്താണ്? 0 ആണ് കിട്ടുന്നത്. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ഡിയിലെ പൊട്ടൻഷ്യൽ വേണം. വി ഡിയിലും എഗെയിൻ പൊട്ടൻഷ്യൽ കോസ് ചെയ്യുന്ന പ്ലസ് ക്യൂ ഈ മൈനസ് ക്യൂ തന്നെയാണ്. അപ്പോ ഈ മൈനസ് ക്യൂ കോസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ മൈനസ് ക്യൂ ആക്ച്വലി മൈനസ് കെ ക്യൂ ബൈ എൽ. ഓക്കെ. നൗ ഇനി ഈ പ്ലസ് ക്യൂ കോസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ പ്ലസ് കെ ക്യൂ ബൈ ഡിസ്റ്റൻസ് എത്രയാ? എൽ എൽ എൽ. അപ്പോ 3l ആണ്. 3l. ഫൈൻ. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ what do you get? Let's see. That will be minus 2kq by 3l. അപ്പൊ വി ഡി എന്ന് പറയുന്നത് മൈനസ് 2kq by 3l ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഏത്? വി ഡിയുടെ വാല്യൂ. അപ്പൊ നമുക്ക് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാലോ. Now what is the change in potential? അപ്പൊ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എടുക്കുമ്പോൾ you'll be getting work done is equal to, അപ്പൊ vc 0 ആണ്, q into vd minus vc, or that is equal to q into vd എത്രയാ? minus 2 by 3, k ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1 by 4 pi epsilon 0 q by l. Okay, all this is equal to വേറെ സിംപ്ലിഫിക്കേഷൻ വല്ലതും ഉണ്ടോ? ഇല്ല. റൈറ്റ്? ഈ 2 ഒന്ന് ചെയ്തേക്കാം. അപ്പൊ മൈനസ് 1 by 6 pi epsilon 0 q by l. So what is the work done? Minus 1 by 6 pi epsilon 0 q by l. Okay. അപ്പോൾ അവിടെ മാഗ്നിറ്റ്യൂഡ് വൈസ് ആണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. So the answer will be q by 6 pi epsilon 0 l. Okay. അപ്പോൾ വർക്ക് ഡൺ നമ്മൾ എന്താ ചെയ്തത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ഡിഫിക്കൽട്ടേ അല്ല ആക്ച്വലി. ഹൗ ടു ടാക്കിൾ ഇറ്റ് ഈസിലി? സിയിലെ പൊട്ടൻഷ്യൽ വേണം, ഡിയിലെ പൊട്ടൻഷ്യൽ വേണം. വർക്ക് ഡൺ എന്ന് വെച്ചാൽ ക്യൂ വി ആണ്. അപ്പൊ വി ഡെൽറ്റ വി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ ഇവിടെ വി സി കണ്ടുപിടിച്ചപ്പോ ഇവനും വി സി കോസ് ചെയ്യുന്നു, പൊട്ടൻഷ്യൽ 0 കിട്ടി. അതുപോലെ വി ഡി കണ്ടുപിടിച്ചു, then we subtract it and get the answer. Okay, അപ്പോൾ it is also a very good question. Please make sure that you understand these kind of questions and ഇതുപോലത്തെ questions പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ എല്ലാ വീഡിയോസിലും വീണ്ടും പറയുന്ന ഒരു കാര്യമാണ് പ്രാക്ടീസ്. നിങ്ങൾ ഒരു 10 ക്വസ്റ്റ്യൻ മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ സംഭവം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു പ്രാക്ടീസ് മോർ ആൻഡ് മോർ. ഓക്കെ, എന്നാലേ നമുക്ക് ഇതൊക്കെ ഒരു ക്രാക്ക് ചെയ്യുന്ന ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. ചാർജസ് Q2, Q3, Q and 4Q are placed at the corners A, B, C and D of a square as shown in the following figure. The direction of electric field at the center of the square is along. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ഫിഗർ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. അപ്പോ നമ്മളോട് ചോദിക്കുന്നത് സെന്ററിലുള്ള ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് ചോദിക്കുന്നത്. റൈറ്റ്? സോ ഹൗ ഡു ഡിറ്റർമിൻ ദ ഫീൽഡ് അറ്റ് ദ സെന്റർ, ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്? നൗ നമ്മളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഡയഗ്രാംസ് ഒന്ന് വരയ്ക്കാം. ഓക്കെ,
അപ്പൊ സെന്ററിൽ ഇവർ കോസ് ചെയ്യുന്ന ഫീൽഡ്, റൈറ്റ്? Now, field, it is always starting from a positive charge and ending in a negative charge ആണ് നമുക്കറിയാം, അല്ലെ? അപ്പൊ ഈ Q കോസ് ചെയ്യുന്ന ഫീൽഡ് അതുപോലെ ഈ 3Q കോസ് ചെയ്യുന്ന ഫീൽഡ് നമ്മൾ ആദ്യം എടുക്കാം. ഈ 3Qനെ ഞാനൊന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്യാൻ പോവാണ്. I'm going to write it as 2Q and Q. എങ്ങനെയാണ്? 2Q and Q എന്ന് ഞാൻ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് എഴുതി. 2Q plus Q അതാണല്ലോ. Now, ഈ Q ഇവിടെ ഒരു ഫീൽഡ് കോസ് ചെയ്യും ഈ ഡയറക്ഷനിൽ. കാരണം ഇലക്ട്രിക് ഫീൽഡ് is from a positive charge and ends in a negative charge. അപ്പൊ ഈ ഡയറക്ഷനിൽ ഒരു ഫീൽഡ് കോസ് ചെയ്യും. അതുപോലെ ഈ Q ഉണ്ടല്ലോ, ഈ Qവും ഇവിടെ ഒരു ഫീൽഡ് കോസ് ചെയ്യണം എങ്ങോട്ട്? ഇങ്ങോട്ട്. ഈ ഡിസ്റ്റൻസും ഈക്വൽ അല്ലേ? which means ഈ Q ഇവിടെ കോസ് ചെയ്യുന്ന ഫീൽഡും ഈ Q ഇവിടെ കോസ് ചെയ്യുന്ന ഫീൽഡും ഈക്വൽ ആണ്. പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഒരാൾ ഇങ്ങോട്ടാണെങ്കിൽ മറ്റേയാൾ ഇങ്ങോട്ടാണ്. which means ഈ Qന്റെയും എഫക്റ്റ് ക്യാൻസൽ ആയി പോകും, റൈറ്റ്? സോ ഈ Qന്റെ എഫക്റ്റും ക്യാൻസൽ ആയി പോയി. സോ ഇനി ബാക്കി അവിടെ എന്തുണ്ട്? 2Q ഉണ്ട് അല്ലേ? ഓക്കെ, അതവിടെ ഇരുന്നോട്ടെ. ഈ 4Q നമുക്ക് സ്പ്ലിറ്റ് അപ്പ് ചെയ്യാം. I'm going to split it as 2Q and 2Q, റൈറ്റ്? ഈ 2Q ഇവിടെ ഒരു പൊട്ടൻഷ്യൽ കോസ് ചെയ്യും ഇങ്ങോട്ട്. ഇവിടത്തെ ഒരു 2Q ഇങ്ങോട്ട് പൊട്ടൻഷ്യൽ കോസ് ചെയ്യും ഇങ്ങോട്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ 2Qന്റെ എഫക്റ്റും ഈ ഇവിടത്തെ 2Qന്റെ എഫക്റ്റും കൂടി ക്യാൻസൽ ചെയ്ത് കളയും. ബിക്കോസ് ദേ ആർ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ്, അപ്പോൾ എഫക്റ്റ് ക്യാൻസൽ ആയി പോകും. സോ ഈ 2Q ക്യാൻസൽ ആയി പോയി, റൈറ്റ്? അപ്പൊ ഇവിടെ ബാക്കിയുള്ളത് എന്താണ്? 2Qന്റെ എഫക്റ്റ്. ഇവിടെയും ഒരു 2Qന്റെ എഫക്റ്റേ ബാക്കിയുള്ളൂ. which means ഈ 2Q will be exerting a force electric field in this direction. അതുപോലെ ഈ 2Q will be causing a corresponding field in this direction. മനസ്സിലാവുന്നുണ്ടോ? ഈ 2Q ഇങ്ങോട്ടൊരു ഫീൽഡ് കോസ് ചെയ്യുന്നു, ഈ 2Q ഇങ്ങോട്ടൊരു ഫീൽഡ് കോസ് ചെയ്യുന്നു. I hope it is clear. അപ്പോൾ ഓർക്കണം, ഇലക്ട്രിക് ഫീൽഡ് always starts from a positive charge and ends in a negative charge. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്താണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പോകുന്നത്. Now, രണ്ട് ഡയറക്ഷൻ അല്ലേ ഇവ രണ്ടുപേരുടെയും? നമ്മൾ അടുത്ത് എന്ത് എടുക്കണം? റിസൾട്ടന്റ് എടുക്കണം. എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ട്. അപ്പൊ ഇവിടെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് ഒന്നും കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല, ഡയറക്ഷൻ മാത്രമേ നമ്മളോട് ചോദ്യം. അപ്പൊ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ താഴത്തേക്ക്, which is that CB ഡയറക്ഷൻ. ഏത് ഡയറക്ഷനാ? CB ഡയറക്ഷനിലായിരിക്കും നമ്മുടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെന്റർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ Q അവിടുത്തെ Qന്റെ എഫക്ട് കളഞ്ഞു, ഒരു 2Q എഫക്ട് കളഞ്ഞു, ബാക്കി വരുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് will be in the downward direction. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഈ സെയിം മെത്തഡോളജി ഒരു ക്വസ്റ്റ്യൻ വരാം നമുക്ക് ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിൽ. അവരോട് പറയും 4m, 3m, 2m and m 4 മാസസ് ഉണ്ടെന്ന് പറയും. ആൻഡ് സെന്ററിലുള്ള ഫീൽഡിന്റെ ഡയറക്ഷൻ ചോദിക്കാം അല്ലെങ്കിൽ വാല്യൂ ചോദിക്കാം. സെയിം മെത്തേഡ് യൂസ് ചെയ്യണം. 3m സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെ? 2m ഉം m ഉം ആയിട്ട്. 4m സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെ? 2m ഉം 2m ഉം ആയിട്ട്. ഈ 2m ഉം 2m ഉം എഫക്ട് പോവും, ഈ m ഉം ഈ m ഉം എഫക്ട് പോവും, റൈറ്റ്? ഓർക്കണം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആണ്, അല്ലെ? അപ്പൊ ഇവിടെ ഒരു യൂണിറ്റ് മാസ് നമ്മൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ 2m അവൻ എന്ത് ചെയ്യും? ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ഈ 2m എന്ത് ചെയ്യും? ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. റിസൾട്ട് ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇതുപോലെ തന്നെ ഗ്രാവിറ്റേഷനിലും ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പൊ എന്ത് ചെയ്തോളാം? ക്വസ്റ്റ്യൻ വന്നാൽ സ്പ്ലിറ്റ് ചെയ്തോളാം ചാർജിനെ. 4Qനെ 2Q plus 2Q ആക്കിക്കോളാം. അതുപോലെ 3Qനെ 2Q plus Q ആക്കിക്കോളാം. ക്യാൻസൽ ആയിക്കോളും. ഓക്കെ, അപ്പൊ ഏറ്റവും സിംപ്ലസ്റ്റ് വഴി ഇതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ഓരോന്നും ചെയ്ത് റിസൾട്ട് എടുത്ത് ചെയ്യേണ്ടി വരും. ഓക്കെ, ദിസ് ഇസ് ദ ബെസ്റ്റ് ആൻഡ് ദ സിംപ്ലസ്റ്റ് വേ ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ ഫോർ യു. സോ അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിരുന്നു. അതിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ലൈക്ക് ഐ ഓൾവേസ് ടെൽ യു, യു ഷുഡ് നോട്ട് സ്റ്റേ ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തിട്ട് ഒരു കാര്യമില്ല. യു ഹാവ് ടു പ്രാക്ടീസ് മോർ ആൻഡ് മോർ ആൻഡ് മോർ. ഓക്കെ, എന്നാലേ നമുക്കൊരു നല്ല റാങ്കിലേക്ക് നല്ല മാർക്കിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. Okay, so I'll be winding up now. So till we meet with the next video. Thank you.